ദീപക് മലയമ്മയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോവുകയാണ്. ദീപക് പറഞ്ഞ് നിർത്തിയെടുത്തു നിന്നാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, ഈ ചെളിയും കല്ലുകളുമാണ് ഈ മൺകൂണയ്ക്ക് മുകളിൽ ഉള്ളത്. അത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. നിലവിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, നമ്മുടെ കയ്യിൽ നിലവിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അതിന് അപര്യാപ്തമല്ല എന്ന് MLA തന്നെ പറയുകയുണ്ടായി. ഈശ്വർ മാൽപ്പെ കഠിന പ്രയത്നം ചെയ്യുന്നത് നമ്മൾ കണ്ടു. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ആ മനുഷ്യൻ, ആ മത്സ്യത്തൊഴിലാളി ആ പുഴയുടെ കുത്തൊഴുക്കിനെതിരെ നീന്തി മുങ്ങി അർജുന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുന് വേണ്ടി മാത്രമല്ല, കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ കൂടി വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. നോക്കൂ, ഇനിയിപ്പോൾ എന്താണ് പ്രധാനമായ ഒരു മാർഗമായി ഈ കർണാടകയുടെ മുന്നിൽ അവശേഷിക്കുന്നത് ദീപക്? ബിനിൽ, അത് മണ്ണ് നീക്കം സാധ്യമാക്കുക, അതായത് ഗംഗാവലിയുടെ നടുത്തലത്തിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മൺകൂനകൾ അവിടെ നിന്നും നീക്കുക എന്നുള്ളതാണ്. അതായത് CP 1, 2, 3, 4 എന്നുള്ള സ്പോട്ടുകൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൽ 3ഉം 4ഉമാണ് പ്രധാന സ്പോട്ടുകളായി നേരത്തെ മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ തന്നെ വ്യക്തമാക്കിയത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആലോചന പക്ഷേ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി നമുക്ക് അവിടേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മണ്ണ് നീക്കം സാധ്യമാക്കണമെങ്കിൽ അവിടേക്ക് നേരത്തെ കാർവാർ MLA ഉൾപ്പെടെ പറഞ്ഞതുപോലെ ബാർജൽ മൗണ്ടഡ് ആയിട്ടുള്ള പ്രൊക്ലൈനർ എത്തിക്കുക എന്നുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ആ സാധ്യത പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടതുമാണ്. കാരണം ഗംഗാവലി റിവറിൻ്റെയും ഒപ്പം അവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഗംഗാവലി റിവറിലൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് കടന്നുകൊണ്ട് അത്തരത്തിൽ ബാർജ് മൗണ്ടഡ് ആയിട്ടുള്ള പ്രൊക്ലൈനർ ഈ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല. രണ്ടാമത് കൊങ്കൺ റെയിൽവേയുടെ മറ്റൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജും ഇത്തരത്തിൽ പ്രതിസന്ധി തന്നെയാണ്. ഈ 2 ബ്രിഡ്ജുകൾ കവച്ചു വെച്ചുകൊണ്ട് അവിടേക്ക് ഈ പ്രൊക്ലൈനർ എത്തിക്കുന്നത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു നീക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒന്ന്. രണ്ടാമത് പോണ്ടൂണുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കാമെന്നുള്ളതായിരുന്നു ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു കാര്യം. അതിനുമുള്ള സാധ്യത ഇല്ല എന്നുള്ളത് കളക്ടർ അറിയിച്ചു എന്ന് AKM അഷ്റഫ് തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ കൂടുതലായി ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഡൈവ് ചെയ്യാൻ നേവിക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളത് അവരും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണ് നീക്കത്തിന് അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഭാരമേറിയ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിൽ നേവിയുടെ കൈവശം നിലവിൽ കാർവാറിലല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ക്യാമ്പുകളിൽ അത്തരത്തിൽ ഉപകരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആരാഞ്ഞിരുന്നു എന്നാണ് AKM അഷ്റഫ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഉപകരണം എത്തിക്കാൻ ഉതകുന്ന സാഹചര്യമില്ല എന്നുള്ളത് അധികൃതർ അറിയിച്ചു എന്നുള്ളതാണ് AKM അഷ്റഫ് MLA പറയുന്നത്. പിന്നെ എന്താണ് പോംവഴി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് കടുത്ത നിരാശയിലാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് AKM അഷ്റഫ് നേരത്തെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇനിയുള്ളത്